ഹണിമൂൺ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചില ഫോട്ടോസൊക്കെ മൊബൈൽ വന്നതല്ലാതെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ജീവിതത്തില് കല്യാണത്തിന് ശേഷം നഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. എന്നാ കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ സന്തോഷങ്ങൾ ഉണ്ടാവാൻ പോവാ. ഒരാളുടെ കൈയുടെ ഞരമ്പുകൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ എന്നെ പോലുള്ള വൈദ്യന്മാർക്ക് ശരീരത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു അനുഭവത്തിന്റെയും പരിചയത്തിന്റെയും പുറത്ത് പറയുക, നിങ്ങൾക്കിടയിലേക്ക് ഒരാൾ കൂടി വരാൻ പോവുക. എടോ കണ്ണ, തന്റെ കുഞ്ഞ് മഹാലക്ഷ്മിയുടെ ഉദരത്തിലുണ്ടടോ. ലക്ഷണങ്ങൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് നേരിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോഴത് ഉറപ്പായി. സർ, ഇത് എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ശരിക്കും വിശ്വാസം വരുന്നില്ല സർ. അപ്പോ എന്നെ വിശ്വസിക്കാതായോ രണ്ടാളും? അയ്യോ, അതല്ല സർ. എടോ കണ്ണ, തനിക്കും മോൾക്കും ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണൂ, രണ്ടാളും കൂടെ. എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളൂ. സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിരിക്കും. എങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തി പറഞ്ഞത് ഉറപ്പിക്കണമല്ലോ. പിന്നെ ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലൊന്നും പോകണമെന്നില്ല ഇത്തരം കാര്യങ്ങൾ സ്ഥിരപ്പെടുത്താൻ. അടുത്തുള്ള ഏതെങ്കിലും ലാബിൽ പോയാലും മതി. അതല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു കഴിഞ്ഞാൽ മറ്റു മാർഗങ്ങളുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. അതൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. തത്കാലം ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇങ്ങനൊരു സംശയം ഇല്ലായിരുന്നു സർ. കണ്ണമ്മോന്റെ പിറന്നാൾ വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാ. അടുത്ത കാർത്തികയ്ക്ക് മോൾ ഒരു സന്തോഷ വർത്തമാനം കേൾപ്പിക്കും കേട്ടോ. എന്താ അമ്മ? അതൊന്നും ഞാനിപ്പൊ പറയുന്നില്ല. എന്റെ വാക്കുകൾ ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതും വിശ്വസിക്കാം. മോളെന്താ ആലോചിക്കുന്നേ? ഇവിടെ കലണ്ടർ ഉണ്ടോ സർ? ആ കലണ്ടറിൽ എവിടെ കിടക്കുന്നത്? കണ്ണേട്ടാ, നോക്ക്, ഇന്ന് കാർത്തികയാ. കാർത്തിക ദിവസം ഒരു അത്ഭുതം സംഭവിക്കുന്ന ആ സിദ്ധയായ അമ്മ എന്നോട് പറഞ്ഞത്. അത് ശരി, മോള് മിക്കപ്പോഴും കാണുന്ന ആ സിദ്ധയായ അമ്മയെ മോള് കണ്ടിരുന്നോ? ആ, കണ്ടിരുന്നു സർ. ആ സമയത്ത് ഇന്ന് എന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞതാ. പക്ഷെ ഞാനത് മറന്നുപോയി. എന്നാലും ഇപ്പൊ ഓർത്തല്ലോ. ആ അത്ഭുതമായി ഇപ്പൊ കേട്ടത്. എന്നാലേ ഇനി അമ്മ അവൻ തയ്യാറെടുത്തോ? അമ്മയാകാൻ പോകുന്നത് തന്റെ ഭാര്യയാണെങ്കിലും പ്രസവം നടക്കുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ മോളെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണ് കണ്ണ. ഇവിടെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോഴും ഉണ്ടെന്നറിയാം. ചുറ്റിലും ശത്രുക്കളാണുള്ളത്. ആ സാഗരടയ്ക്ക് പറഞ്ഞിരുന്നു. അയാളുടെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ
ഭാര്യയുടെ അമ്മ എന്തൊക്കെയോ ചെയ്തെന്ന്. അങ്ങനെയുള്ള ഇയാളുടെ രണ്ടാനമ്മയ്ക്കരികിലാണ് മോള് താമസിക്കുന്നത്. അവിടെ മോൾക്ക് സുഖപ്രസവം നടക്കാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് താൻ ചെയ്തു കൊടുക്കണോടോ. അതൊക്കെ എനിക്കറിയാം സാർ. ഈ സന്തോഷത്തിന് ഞാൻ എന്താ സാറിന് തരേണ്ടത്? താനൊരു ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് എന്നെ വിളിക്ക്. അത് കഴിഞ്ഞ് ഞാൻ പറയാം എനിക്കെന്ത് വേണമെന്ന്. ആ പിന്നെ ഒരു കാര്യം കേട്ടോ, ഈ അഗസ്ത്യകൂടത്തിൽ പല പെൺകുട്ടികളുടെയും ഡെലിവറി നടന്നിട്ടുണ്ട്. അതായത് കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ പല പെൺകുട്ടികളും ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ലേഡി ഡോക്ടർ ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സിസേറിയനെ കുറിച്ച് ചിന്തിക്കണ്ട. പ്രസവം സുഖപ്രസവമായിരിക്കും. അത് പ്രത്യേകം പറയണ്ട സാർ. നേരത്തെയും സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഡെലിവറി നടന്നിട്ടുണ്ടെന്ന്. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിന് പൂർണ്ണ വളർച്ച എത്തുമ്പോ ഞാൻ ഇവിടെ എത്തിയിരിക്കും സാർ. എന്തായാലും ഞാൻ പറഞ്ഞത് തെറ്റാനുള്ള സാധ്യതയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ മധുരം തരേണ്ടത് നിങ്ങളാ. എങ്കിലും ഒന്നും അറിയാതെയല്ലേ രണ്ടാളും ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മധുരം തരാം. ഇതാ. താങ്ക് യു സാർ. പിന്നെ ഇനിയിപ്പോ മോൾക്ക് കഴിക്കാനുള്ള ലേഹ്യവും കഷായവും ഒക്കെ ഞാൻ ആ സാഗറിന്റെ കൊടുത്തുവിടാം. അതൊക്കെ മുടങ്ങാതെ കഴിക്കണം. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം സാർ. പോയിട്ട് വരിക മാത്രമല്ല, വീട്ടിലെത്തിയിട്ട് വിളിക്കണം. ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം. ശരി സാർ. ആ ശരി സാർ. എടോ ജയപാല, കുറച്ച് മാസങ്ങൾക്ക് ശേഷം മോൾ ഇവിടെ അഡ്മിറ്റ് ആകും. മോളുടെ കുഞ്ഞിന്റെ ജന്മം മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും. തുറിച്ചു നോക്കണ്ടോ, മോൾ അമ്മയാൻ പോവാ. എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം സാർ. അമ്മയോട് ഈ വിവരം പറയണം. ആ സിദ്ധയായ അമ്മയോടാണോ അതോ സ്വന്തം അമ്മയോടാണോ? സിദ്ധയായ അമ്മയെ അങ്ങനെ കാണാൻ പറ്റില്ല സാർ. ആ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയാലും ചിലപ്പോ ആ അമ്മ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്നില്ല. ഞാൻ എന്റെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞ. അങ്ങനെ സ്വന്തം അമ്മയോട് ഈ വിവരം പറയുമ്പോൾ ഈ വാർത്ത കേൾക്കാൻ താല്പര്യമില്ലാത്തവര് കേൾക്കാതിരിക്കുന്നതാ നല്ലത്. മോളുടെ രണ്ടാനച്ഛൻ്റെയും അയാളുടെ അമ്മയുടെയും അതുപോലെ തന്നെ അനിയത്തിയുടെയൊക്കെ കാര്യമാ പറഞ്ഞത്. അതെനിക്കറിയാം സാർ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ആയിക്കോട്ടെ. ജീവിതത്തിൽ ഒരുപാട് വിഷമിച്ചതല്ലേ, കരഞ്ഞതല്ലേ. സത്യവാന്റെ പിന്നാലെ പോയി അയാളുടെ ജീവൻ തിരിച്ചു പിടിച്ച സാവിത്രിയെ പോലെയാണ് എനിക്ക് മോളെ കാണുമ്പോൾ തോന്നുന്നത്. മോള് പ്രാർത്ഥിച്ച് ദൈവങ്ങളെ പോലും കീഴ്പ്പെടുത്തി. അവിടെ പിന്നെ ദൈവങ്ങൾക്ക് മോൾ ആഗ്രഹിക്കുന്നതൊക്കെ തരാതെ മറ്റു മാർഗമില്ലാതായിപ്പോയി. പോയിട്ട് വരണ്ടാളും. കണ്ണേട്ടാ, ഇതെനിക്കൊരു സ്വപ്നമായിട്ട് തോന്നുക. സാറ് ഞരമ്പ് പിടിച്ച് നോക്കിയിട്ടാ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞത്.
നമ്മളത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തില്ല. പക്ഷേ തോമസ് സാറ് പറഞ്ഞ അതൊരിക്കലും തെറ്റില്ല കണ്ണേട്ടാ. നമ്മൾ കാണുന്ന ഗൈനക്കോളജിസ്റ്റും ഇതന്നെയാ പറയാൻ പോകുന്നത്. എടോ ജയബാല, ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ദമ്പതികൾ അധികമൊന്നും ഉണ്ടാവാറില്ല. തെന്നിത്തെറിച്ച് ഒന്നോ രണ്ടോ. ഭാഗ്യവാനാണ് കണ്ണൻ, അതുപോലെ തന്നെ മഹാലക്ഷ്മി. അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ആ സുമേഷ് ചേട്ടാ, ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ നിർത്തിയേക്കണേ. അതെന്തിനാ? ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ നിർത്തുന്ന എന്തിനാ? അത് വാങ്ങാനല്ലേ? ഞാൻ ഇറങ്ങിക്കോളാം സാറേ. എനിക്കിപ്പോ ഇറങ്ങാനുള്ള ആവതുണ്ടല്ലോ. ആരെങ്കിലും കാണും കണ്ണേട്ടാ. ആ ഫ്രൂട്ട്സ് കടക്കാരൻ തന്നെ കണ്ടു കഴിഞ്ഞാലും ചിലപ്പോ ദോഷം ചെയ്യും. എന്നാ പിന്നെ സുമേഷ് ചേട്ടാ പോയിട്ടോ, എല്ലാ ഫ്രൂട്ട്സും ഓരോ കിലോ വാങ്ങിച്ചോ. എന്തിനാ ഓരോ കിലോ വെച്ച് എല്ലാം വാങ്ങുന്നേ? തനിക്ക് എന്താ കഴിക്കാൻ തോന്നുന്നു വെച്ചാ അതെടുത്തപ്പ കഴിക്കണം. ഞാൻ അങ്ങനെ അമിതമായിട്ട് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ലല്ലോ കണ്ണേട്ടാ. പക്ഷേ ഇപ്പൊ കഴിക്കണം. ആ സുമേഷ് ചേട്ടാ, എന്നാ പോയി വാങ്ങിച്ചോണ്ടോ. അല്ല, ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് ചെല്ലുമ്പോ വീട്ടിലുള്ളൊരു സംശയിക്കില്ലേ കണ്ണേട്ടാ? അതെന്തിനാ അവര് സംശയിക്കുന്നേ? ഞാൻ നന്നായി ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളാണെന്ന് അവർക്കൊക്കെ അറിയാം. ഇതിപ്പോ കണ്ണേട്ടനല്ലല്ലോ, എനിക്ക് കഴിക്കാനല്ലേ. നമുക്കൊന്നിച്ച് കഴിക്കാടോ. തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ തുടക്ക സമയത്ത് കാര്യമായിട്ട് ശ്രദ്ധിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ബോഡിക്ക് നല്ല റെസ്റ്റ് കൊടുക്കണം. ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ആ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്ര പെട്ടെന്നാവുമെന്ന് കരുതിയില്ല. അതെന്താ കരുതാത്തെ? കാർത്തികയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ടെന്ന് ആ അമ്മ പറഞ്ഞല്ലേ? അതൊക്കെ പറഞ്ഞു എന്ന് വെച്ച് അന്നത്തെ ദിവസം ഇങ്ങനൊരു നല്ല വാക്ക് കേൾക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? എത്ര പെട്ടെന്നാടോ നമ്മൾ ഈ ജീവിതം തിരിച്ചു പിടിച്ചത്. താൻ മറ്റൊരാളുടെ ഭാര്യയായി പോയാലും ഇതൊക്കെ തന്നെ തന്റെ ജീവിതത്തിലുണ്ടാവും. എന്നാ എന്റെ കാര്യം അങ്ങനല്ലല്ലോ. സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യങ്ങളായിപ്പോ എന്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം നമ്മളൊക്കെ വേദനിച്ചിട്ടുണ്ട് കണ്ണേട്ടാ. എല്ലാം ഉണ്ടായിട്ടും എന്നേക്കാൾ കൂടുതൽ കരഞ്ഞിട്ടുണ്ട് കണ്ണേട്ടൻ. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അങ്ങനെ കരയിപ്പിച്ചതിന്റെ കടം വീട്ടുക ദൈവങ്ങൾ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നേ. ആ അപ്പോഴേ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കണം തോന്നുന്നുണ്ടോ? എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ, എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയടോ. വേണ്ടാത്തതുകൊണ്ടാ. കുറേ ഉണ്ട്. സാർ ബാക്കി. ഏയ് വേണ്ട, വെച്ചോ. ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമല്ലേ, ബാക്കി വെച്ചോ. ശരി. ആ ഇനി ഇയാളുടെ വീട്ടിലേക്ക് വിട്. ശരി സാർ. ആ ഇത് അവനുകളാണല്ലോ. ഈ മാരണങ്ങളൊക്കെ എന്തിനാണാവോ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ഉമ്മർ തന്നെ ഇരിപ്പുണ്ട്, ഉഗ്രമൂർത്തി. എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടണ്ട. അങ്ങനെ മിണ്ടാതിരുന്ന ഇവരൊക്കെ തലേ കയറിയത്.
എന്തൊക്കെ പറഞ്ഞാലെന്താ, ഇപ്പോഴും വീൽ ചെയറിൽ തന്നെയാണല്ലോ സഞ്ചരിക്കുന്നത്. തോമസ് വൈദ്യൻ വിചാരിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ. ഇവൻ ഇങ്ങനെ തന്നെ മരണം വരെ ജീവിക്കട്ടെ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇനി ബാക്കി ഫോട്ടോയും കൂടെ കാണിക്കാനാണോ? ഫോട്ടോ നീയൊക്കെ കൂടെ ടൂറ് പോയതിന്റെ ഫോട്ടോ ഇടവിട്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോ എന്റെ മോള് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമെന്ന് നിനക്കറിയാം. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഇടയ്ക്കിടയ്ക്ക് ഈ ഫോട്ടോ ഇങ്ങോട്ട് അയക്കുന്നത്. എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നേ? ഓ, ഞാൻ അങ്ങനെ ഫോട്ടോ ഒന്നും അയച്ചിട്ടില്ലല്ലോ. നീ അയച്ചിട്ടില്ല, പക്ഷേ നീ അയപ്പിച്ചു നിന്റെ നാത്തൂനെ കൊണ്ട്. ഇനിയിപ്പോ അടുത്ത ടൂറ് പോകുന്ന കാര്യം പറയാനായിട്ട് വന്നതായിരിക്കും. എങ്ങോട്ടാണ് ഈ പോണത്? കേരളത്തിനകത്താണോ അതോ പുറത്താണോ അതോ അമേരിക്കയിലേക്കാണോ? തൽക്കാലം അമേരിക്കയിലേക്ക് പോകുന്നില്ല. എന്റെ ഫ്രണ്ട്സ് എല്ലാം ജർമ്മനിയിലാണ് ഉള്ളത്. അവിടേക്കൊരു യാത്ര ചിലപ്പോ പ്ലാൻ ചെയ്തെന്ന് വരാം. എന്നാ പ്ലാൻ ചെയ്. ജർമ്മനി പോയിട്ട് ജർമ്മൻ ജംഗ്ഷനിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുക്ക. ഇവൾക്ക് ഈ ജന്മം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ നിനക്ക് പറ്റത്തില്ലടാ. നോക്കണ്ട രണ്ടാളും പറ്റത്തില്ലെന്ന് പറഞ്ഞ പറ്റത്തില്ല. അതുകൊണ്ട് ഭാര്യ കൈവിട്ടു പോകാതിരിക്കാൻ ജർമ്മനിയിലേക്കോ ജപ്പാനിലേക്കോ ചൈനയിലേക്കോ എവിടെ അച്ചപ്പോ. ഇവക്കും അത് തന്നെയാടാ ഇഷ്ടം. എടാ പിന്നെ ഈ യാത്രയൊക്കെ മടുക്കുന്ന ഒരു ദിവസം അന്നാണ് ഇവള് മനസ്സിൽ ചിന്തിക്കാൻ പോകുന്നത്. എന്റെ ഭാര്യ നാളെ എന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല. യാത്ര പോവാനൊന്നും ഇയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാ ഇയാളെ 3 വരെങ്കിലും കൊണ്ടുപോയത്. ഓ, മകരമാസത്തിലാണല്ലോ പോയത്. ഈ തണുപ്പത്തെ മരം ചുറ്റി ആടിപ്പാടി നടന്നോടി. പിന്നെ മരം ചുറ്റി നടക്കുക മാത്രമല്ല, ഞങ്ങൾ മരം കയറുകയും ചെയ്തു. ഓ, ഇവിടെ കുഞ്ഞുനാളിലെ മരത്തിലൊക്കെ കയറിയിട്ടുണ്ട്, മാവിലും പറങ്കാവിലും ഒക്കെ. പക്ഷേ നിനക്ക് പിന്നാലെ കയറാൻ പറ്റത്തില്ലല്ലോ. നീ എന്താടാ ഈ വീൽ ചെയറും കൊണ്ട് കയറുവോ? ഭാര്യയെ മാവിന്റെ മുകളിലും പറങ്കാവിന്റെ മുകളിലൊക്കെ കയറ്റിയിട്ട് പഴങ്ങളൊക്കെ പറിച്ച് താഴോട്ടിടാം. വേണമെങ്കിലേ നീ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ പിടിക്കാം. അതിനപ്പുറം ഭാഗ്യമൊന്നും നിനക്കുണ്ടാകാൻ പോകുന്നില്ല. എല്ലാ യോഗ്യതയുണ്ടല്ലോ എന്റെ അനിയന്. അവൻ കാണാനും സുന്ദരനാ. എന്നിട്ട് പിന്നെന്തിനാ മരം കയറുന്ന മരുമകനെ കളഞ്ഞിട്ട് കൊച്ചുമോൾ ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ മോളെ അന്തസ്സുള്ളോളാ. ഉണ്ണി സ്വന്തം കാലിൽ എന്നു നിൽക്കുന്നോ അന്നേ എന്റെ മോൾ ഇനി അവനുമായിട്ട് കൂടി ചേരത്തുള്ളൂ. അപ്പോ ഇപ്പോഴവൻ വേറെ വല്ലവരുടെയും കാലിലാണോ നിൽക്കുന്നത്, സ്വന്തം കാലിലല്ലാതെ? നിന്റെ ഇവളുടെ ചെലവി കഴിയുന്ന ഒരുത്തനെ തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട. ഇനിയുള്ള ജീവിതത്തിലെന്നും അച്ഛനും മുത്തശ്ശിയൊക്കെ കൂടെ കാണുമെന്ന് കരുതിയിട്ടാ അവക്ക് ഈ അഹങ്കാരം. ഏയ്, അങ്ങനെയുള്ള പേടി ഒന്നും ഞങ്ങൾക്കില്ല. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ മോൾക്കൊരു ജീവിതം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതിനിപ്പോ നിന്റെ അനിയനെ കളഞ്ഞിട്ട് വേറൊരുത്തനാണ് ഞങ്ങളുടെ കൊച്ചിന് യോജിച്ചതെങ്കിൽ അങ്ങനെ ഒരുത്തനെ കണ്ടെത്തി അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിരിക്കും. ഡേഡി, നീ നിന്റെ അമ്മയെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടിട്ട് പോകാൻ നോക്ക്. ഇവന്റെയൊക്കെ സംസാരത്തിനെ എന്റെ നാവ് ചിലപ്പം വായിക്കൊള്ളാത്ത മറുപടിയായിരിക്കും പറയുന്നത്. കണ്ണേട്ടമ്മാ, കണ്ണേട്ടമ്മ,
എന്നിട്ടമ്മ എന്റെ കുഞ്ഞ് അവളുടെ ഭർത്താവിനെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുകയല്ലേ. അപ്പൊ ഇവക്കൊരു ഭർത്താവ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുക, വീൽ ചെയറും തള്ളിക്കൊണ്ട്. കള്ളി. അമ്മേ, ആരായി വന്നിരിക്കുന്നത്? ഒറ്റയ്ക്കാണോ മോളെ? അല്ലമ്മേ, കണ്ണേട്ടനും വന്നിട്ടുണ്ട്. കണ്ണനും വന്നോ? എന്നാ പിന്നെ നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ മോളെ? ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞല്ലമ്മേ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. പിന്നെ തോമസ് സാറിന്റെ അടുത്തൊന്ന് പോയി. അത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിലേക്കും പോയി. മറ്റൊരു ഡോക്ടറെയും കണ്ടു. അതിനുശേഷം അമ്മയൊന്ന് കണ്ടിട്ട് പോണെന്ന് തോന്നി. അയ്യോ, മോളെ വിളിച്ചപ്പോ മോൾക്ക് നല്ല അവശതയുണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ? ഉണ്ടമ്മേ. എന്താ മോളെ? അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമല്ല. അമ്മ ആഗ്രഹിച്ച പോലെ അമ്മയ്ക്ക് ഒരു പേരക്കുട്ടി ജനിക്കാൻ പോകുന്നു. തോമസ് ഡോക്ടറെ കണ്ടപ്പോ അദ്ദേഹം കാര്യം പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോ ഗൈനക്കോളജിസ്റ്റും അത് തന്നെ പറഞ്ഞു. ഇത്രയും പെട്ടെന്ന് തന്നെ സന്തോഷ വാർത്ത കേൾക്കുന്ന കരുതിയതല്ലമ്മേ. കരുണയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലായിരുന്നു ഞാൻ. ഇപ്പോ ആ വിഷമം മാറിയെന്ന് മാത്രല്ല, ഇരട്ടി സന്തോഷായി. ഇത് കരുണയും അവളുടെ മുത്തശ്ശി ഉൾപ്പെടെ ഞങ്ങളുടെ ശത്രുക്കളെ ആരെ അറിയിക്കരുതെന്നാ എന്റെയും കണ്ണേട്ടന്റെയും തീരുമാനം. വേണ്ട മോളെ, അവരാരും ഇതറിയണ്ട. പിന്നെ ആ മഞ്ജുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചിട്ട് സ്വന്തം അമ്മയാ ആ കുഞ്ഞിനെ കളയാൻ നോക്കിയത്. അപ്പോ മോളെ വെറുക്കുന്ന മോളുടെ അമ്മായിമ്മ ഉൾപ്പെടെ എല്ലാവരും മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ജനിക്കാൻ സമ്മതിക്കില്ല മോളെ. അത് ഞങ്ങൾക്കും അറിയാമ്മേ. അതുകൊണ്ടാ ആരോടും ഒന്നും പറയണ്ടെന്ന് കരുതിയത്. ഇങ്ങനൊരു വാർത്ത മോള് വന്ന് പറയുമ്പോ മോൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണ്ടേ മോളെ? അയ്യോ, അതൊന്നും വേണ്ടമ്മേ. അങ്ങനെ ചെയ്താലേ ഇവിടെയുള്ളവർക്ക് സംശയം തോന്നില്ലേ? ഒരുപാട് നാള് കൂടിയാ കണ്ണനെയും കൂട്ടി മോളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ പലഹാരം ഉണ്ടാക്കിയതെന്ന് പറയാം. ആ, മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കേണ്ട സമയം ഇത്. എനിക്കിഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി കണ്ണേട്ടന് ഓരോ കിലോ വെച്ച്. അതെങ്ങനെ കഴിച്ചു തീർക്കുമെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ഫ്രൂട്ട്സ് പോലെ അല്ലല്ലോ മോളെ അമ്മയുണ്ടാക്കുന്ന പലഹാരങ്ങൾ. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ മോൾക്കല്ലേ. ഞാനുണ്ടാക്കുന്നതൊക്കെ കരുണ പോലും മോള് കഴിക്കുന്നത് പോലെ കഴിക്കില്ലല്ലോ. ഇപ്പൊ തന്നെ അമ്മ എല്ലാം റെഡിയാക്കാം. കണ്ണനിത് വലിയ സന്തോഷായി കാണുമല്ലോ മോളെ. അതേക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അമ്മേ. കണ്ണേട്ടന് മാത്രമല്ല, തോമസ് സാറിനൊക്കെ വലിയ സന്തോഷായി. അനന്തു ലേഖ അറിഞ്ഞില്ലേ? ഇല്ല, ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്കാ പോവാൻ പോകുന്നത്. ഞങ്ങളുടെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക അവർ രണ്ടാളും. ആ, ഇങ്ങനെ ഒരു സമയത്ത് മോൾ ഇവിടെ വന്ന് നിൽക്കണമെന്ന് പറയാനും പറ്റുന്നില്ല. കാരണം കണ്ണന്റെ വീട്ടിലുള്ളവരെക്കാൾ മോളോട് ശത്രുതയുള്ളവരാ ഇവിടെയുള്ളവര്. പിന്നെ കണ്ണന്റെ കുടുംബത്ത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കാത്തതാ മോളെ നല്ലത്. അതിന് എന്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് ഞാൻ ആരോടും പറയത്തില്ലല്ലോ അമ്മേ. പറഞ്ഞില്ലെങ്കിലും ചില ലക്ഷണങ്ങൾ കാണുമ്പോ ഉണ്ണിയുടെ അമ്മയ്ക്കൊക്കെ സംശയം തോന്നാതിരിക്കില്ലല്ലോ. അതെ, എന്തായാലും ഇത് മറച്ചു വെച്ചോണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അമ്മേ. പിന്നെ അതിന് കഴിയുന്നിടത്തോളം കാലം അങ്ങനെ അങ്ങ് പോവാന്ന് വിചാരിക്കുക. ആ, ഞാൻ ദേ ആ തുണികളൊക്കെ വിരിച്ചിട്ടിട്ട് അങ്ങോട്ട് വരിക. ഞാനും സഹായിക്കാമേ. വാ. അതൊന്നും വേണ്ട മോളെ, കുറച്ചല്ലേ ഉള്ളൂ. മോളിവിടെ നിൽക്കി.
അമ്മ ചിരിക്കുന്നെ? ഏയ് ഒന്നുമില്ല. ഈ വിവരം അറിഞ്ഞപ്പോ എന്റെ അമ്മയുടെ ഒരു സന്തോഷം കണ്ടില്ലേ? അതെ, അമ്മ ആഗ്രഹിച്ചതിനപ്പുറം കാര്യങ്ങൾ നടന്നല്ലേ? മോളുടെ കല്യാണം നടക്കുന്നതിന് മുൻപ് ഒരുപാട് കരഞ്ഞതാ ഞാൻ. മോളെ കുരുതി കൊടുത്തു എന്ന് വരെ പറഞ്ഞതാ. എന്നിട്ട് പിന്നീട് കണ്ണന്റെ അച്ഛനെ കൊന്നതും കണ്ണനെ വീൽ ചെയറിലാക്കിയതും കരുണയുടെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോ മുതല് മോളെടുത്ത തീരുമാനം ശരിയായി എന്ന് തോന്നി തുടങ്ങിയതാ. അപ്പോഴും മോൾക്കും കണ്ണനും എല്ലാ അർത്ഥത്തിലും നല്ലൊരു കുടുംബജീവിതം കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. ആ സങ്കടം ഓരോന്നോരോന്നായിട്ട് ദൈവങ്ങൾ ഇപ്പോ തീർത്തുകൊണ്ടിരിക്കുക. കടങ്ങൾ ദൈവങ്ങൾ വീട്ടുമ്പോ നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണം. മോള് വാ. പഠിക്കുന്ന കാലത്ത് ഇവന്മാരൊക്കെ എന്റെ പിന്നാലെ നടന്നത്. അന്നൊക്കെ എനിക്കായിരുന്നു അഹങ്കാരം. ഇവനൊക്കെ എന്നെ ശല്യം ചെയ്യുന്നു പറഞ്ഞ് ഞാൻ പ്രിൻസിപ്പലിന്റെ മുമ്പിൽ കംപ്ലൈന്റ് വരെ ചെയ്തിട്ടുണ്ട്. അന്നേ ഇവരിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. മോളെ മോളറിഞ്ഞില്ലേ? 2 എണ്ണം വന്നിട്ടുണ്ട്. വീൽ ചെയറിൽ ഉരുളുന്നവനും അവന്റെ ഭാര്യയും. അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇതൊരുത്തിയുടെ കുടുംബ വീടല്ലേ, അവളുടെ അമ്മ താമസിക്കുന്ന വീട്. അപ്പൊ പിന്നെ വരണ്ടെന്ന് പറയാൻ പറ്റുമോ മോളെ? സാധാരണ അവള് മാത്രമാണല്ലോ വരാറ് പതിവ്. പിന്നെ അയാളെയും കൂടി എന്തിനാ കെട്ടിയെടുത്തത്? അയ്യോ, അവൾക്കൊരു ഭർത്താവുണ്ടെന്ന് കാണിക്കാൻ തന്നെ. മോൾക്ക് ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയാണല്ലോ. അപ്പോ അവള് നല്ല അസല് കുടുംബിനിയായിട്ടാ കഴിയുന്നെന്ന് കാണിക്കാനും അതുവഴി മോളെ ഒന്ന് നോവിക്കാനും. അതിനാ അവളിപ്പോ അവനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന്. ആ വീട് വിട്ട് പോകുന്നതോടെ അവരൊക്കെ ആയിട്ടുള്ള ബന്ധം തീർന്നു. ഇനി എനിക്ക് അവരെ കാണാൻ ബുദ്ധിമുട്ടാ മുത്തശ്ശി. അതെ, മോൾ അവളുടെ മുഖത്ത് നോക്കി തന്നെ പറയണം. അവളും അവനും കമലേശ്വരത്ത് അധികാരം കാണിച്ചാ മതി. ഇവിടെ അത് വേണ്ട. ഈ വീട്ടിലൊരൊറ്റ രാജകുമാരിയേ ഉള്ളൂ, അതെന്റെ മോളാ. അവക്ക് അമ്മയെ കാണണമെങ്കിലേ പോകുമ്പം അവളുടെ അമ്മയും കൂട്ടിക്കൊണ്ട് പൊക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ മോൾക്ക് അങ്ങനെ ഒരു അമ്മയുണ്ടെന്ന് പറയുന്നത് തന്നെ അപമാന മോളെ. മുത്തശ്ശി വാ. വാ. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ദാണ്ടിരിക്കുന്നു. സിംഹാസനമില്ല, വീൽ ചെയർ ആണെന്നേ ഉള്ളൂ. നിങ്ങളെയും നിങ്ങളുടെ ഭാര്യയും കാണാനുള്ള മടി കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനാ വീണ്ടും എന്നെ ശല്യം ചെയ്യാനായിട്ട് പിന്നാലെ വരുന്നത്? നിന്നെ ശല്യം ചെയ്യാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ നിൽക്കുന്നത് മഹിയുടെ സ്വന്തം മുത്തശ്ശിയൊന്നുമല്ല. നിന്റെ അച്ഛൻ മഹിയുടെ സ്വന്തം അച്ഛനുമല്ല. എന്നാ ഇവിടെ അയാൾക്കൊരു അമ്മയുണ്ട്, സ്വന്തം എന്ന് പറയാൻ. ആ അമ്മയെ അയാൾക്ക് കാണണം തോന്നിക്കഴിഞ്ഞാ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കേണ്ടത് എന്റെ കടമയാ. ഇനി ഇവിടുന്ന് മോളെ ഓടിക്കാനായിരിക്കും ഒരുത്തിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് അങ്ങനെ ഇവളെ ഓടിക്കാൻ മറ്റാർക്കും പറ്റില്ലല്ലോ. ചേടാ, എടാ, നിന്റെ ഭാര്യയ്ക്ക് അവളുടെ അമ്മയെ കാണണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പൊക്കോ. സ്വന്തം തറവാട്ടിലേക്കോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ വീടും വില്ലകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയല്ലേ, അങ്ങോട്ട് കൊണ്ടുപോടാ. എന്നിട്ട് രാവിലെ ഉറക്കം എണീക്കുമ്പോ 2 ആളും കൂടെ അവളെ കണി കണ്ടോ.
അവളെ നിത്യേന കാണുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം കട്ട പുകയായിരിക്കുക. മഹി ഇവിടെ ഉള്ളപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. മഹിയെ കാഴ്ച കണ്ട അന്നത്തെ ദിവസം ഇല്ലാതാകുമെന്ന്. എന്നാ കേട്ടോ, അയാൾ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്നും അയാളെയാണ് ഞാൻ കാഴ്ച കാണുന്നത്. അതിന്റെ പുരോഗതി എനിക്കുണ്ട്. അയാളെ എന്റെ കമ്പനിയുടെ ഭാഗമാക്കിയ ശേഷം എന്റെ ബിസിനസിനും പുരോഗതിയുണ്ട്. ഓ, അവന്റെ ഒരു ബിസിനസ് എന്തോന്നിന്? ആർക്കു വേണ്ടിയാ? കോടികളുടെ ആസ്തിയുണ്ട്. പക്ഷേ അസ്ഥിയായി കഴിയുമ്പോ ആ അസ്ഥി കൊണ്ടുപോയി ഒഴുക്കിക്കളയാൻ ഒരവകാശം ഇല്ലല്ലോടാ കണ്ണ നിനക്ക്. അങ്ങനെയുള്ളവരൊക്കെ ആകാശം മുട്ട വളർന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കിപ്പോ സ്നേഹിക്കാൻ ഒരു ഭാര്യയുണ്ട്. എന്റെ അടുത്ത് എനിക്ക് താങ്ങും തണലുമായി ഒരു ഭാര്യ. എടാ, ആ തണൽ മരം എന്നെങ്കിലും ഒരിക്കലും മറിഞ്ഞു വീഴും നിന്റെ ദേഹത്തേക്ക്. അന്ന് നീ അതിന്റെ ഉള്ളിൽ കിടന്ന് ഞെരിഞ്ഞമരുമ്പോഴായിരിക്കും ഈ പറഞ്ഞതൊക്കെ തെറ്റായി പോയി എന്ന് നീ ചിന്തിക്കുന്നത്. കണ്ണ മോളെയും കൂട്ടി ഇവിടേക്ക് വരുമ്പോ കുറച്ചുകൂടി മാന്യമായിട്ട് അമ്മയ്ക്ക് സംസാരിച്ചൂടെ? എന്തിനാ മാന്യമായിട്ട് സംസാരിക്കുന്നേ? ഇങ്ങേരുടെ തറവാടുമായിട്ടുള്ള എല്ലാ ബന്ധവും അറുത്ത് മാറ്റിയിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി ഉണ്ണിയേട്ടനെന്ന് പറയാൻ ദേ ഈ താലി മാത്രമേ എന്റെ കഴുത്തിലുള്ളൂ. അതും വേണമെങ്കിൽ അഴിച്ചു വെക്കാം. എന്നിട്ട് ഞാൻ ബന്ധവും ഒഴിയാം. എന്നാലും എനിക്കിനി ദേ ഇയാളുടെയും ഇവളുടെയും മുഖം കാണാൻ വയ്യ. ആ, അങ്ങനെങ്കിലേ ഞങ്ങൾ വരുമ്പോ നീ മുഖം പൊത്തിപ്പിടിച്ചാ മതി. മോളിങ്ങോട്ട് മാറിക്കേ. ഇവൻ കെട്ടുന്നതിന് മുമ്പ് നീ എന്റെ മോളുടെ നേർക്ക് നേരെ നിന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ നിന്നെ വെട്ടിക്കണ്ടിച്ച് നിന്റെ തള്ളയുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്താനെ. അന്നൊക്കെ പൂച്ചയെ പോലെ പമ്മി പമ്മി ഇരുന്നിട്ട് നല്ലൊരു ബന്ധം കിട്ടിയപ്പോ നീ എന്റെ കുഞ്ഞിന്റെ നേരെ കണ്ണുരുട്ടുന്നോടി. എന്റെ കുഞ്ഞിനെ കൊച്ചാക്കാൻ നോക്കുന്നോ? മോളെ ആരും കൊച്ചാക്കുന്നില്ല. അവള് പറഞ്ഞതിനുള്ള മറുപടിയാ ലക്ഷ്മി പറഞ്ഞത്. ഡേ, ഒരു കാര്യം ഞാൻ പറയുവാ. നീ ഇന്ന് വന്നതേ ജീവനോടെ ഇരിക്കുന്ന നിന്റെ ഈ തള്ളെ കാണാനാ. നിന്റെയും ഇവന്റെയും സംസാരവും പ്രവൃത്തികളും, പിന്നെ നിങ്ങളെ രണ്ടിനെയും കണ്ടിട്ട് ഇവള് കാണിക്കുന്ന ഈ അഹങ്കാരവും ഇവളുടെ ജീവന് തന്നെയാ ഭീഷണി. സഖി കെട്ട് നടക്കുക പ്രതാപൻ. ആ ദേഷ്യത്തിന് ഇവിടെ കൊത്തിയെറിഞ്ഞു കൊന്ന പിന്നെ നീയൊക്കെ ഇങ്ങോട്ട് വരുന്നതേ മൂക്കിനകത്ത് പഞ്ഞി വെച്ച് കിടക്കുന്ന ഇവളെ കാണാനായിരിക്കും. അങ്ങനെങ്കിലേ പിന്നെ ഞങ്ങള് നിങ്ങളെയും നിങ്ങളുടെ മോനെയും കാണാൻ വരുന്നത് ഈ വീട്ടിലേക്കായിരിക്കില്ല, ജയിലിലേക്കായിരിക്കും. നീ ജയിലിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയൊന്നും അല്ല. നിനക്ക് വാശിയാണെങ്കിലേ ഇപ്പൊ തന്നെ നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവള് പറഞ്ഞത് കേട്ടില്ല മുത്തശ്ശി, എന്റെ അച്ഛനെ ജയിലിൽ കിടത്തൂന്ന്. ഇപ്പൊ അതിനുള്ള തന്റെ ഇടവും കരുത്തും ഒക്കെ എനിക്കുണ്ടെന്ന് നിന്റെ മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ മുത്തശ്ശി അതിന് മറുപടി പറയാതിരുന്നത്. എടി നീ എന്ത് ചെയ്യുമെന്നായി പറയുന്നത്? എന്ത് ചെയ്യുമെന്നോ? അതെ, ഇന്നത്തെ കാലത്ത് വീട്ടമ്മമാരെ വീട്ടിനകത്തിട്ട് ചവിട്ടി മെതിച്ച വകുപ്പ് വേറെയാ. അതേപ്പറ്റിയൊക്കെ വക്കീലായ കണ്ണേട്ടനും കണ്ണേട്ടന്റെ കൂട്ടുകാരനായ അനന്തുവേട്ടനും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദേ, അമ്മ ഒരു കേസ് ഫയൽ ചെയ്താലേ ഇവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കേറി ഇറങ്ങണം. വേണ്ടി വന്ന ജയിലിലും കിടക്കണം. നീ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. കല്യാണത്തിന് മുൻപ് നീ ജീവിച്ച ഒരു ജീവിതമുണ്ട്. അതിനുള്ള പകയും പ്രതികാരവും മനസ്സിൽ വെച്ചോണ്ടാടി നീ ഇപ്പൊ ഈ നടക്കുന്നത്. അതൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്നേ ഇയാള് പറഞ്ഞതുപോലെ നിന്റെ അച്ഛനും ദാ ഇവരും ഒക്കെ ജയിലിൽ കിടന്നേനെ. ഡേ, ഇവളെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. ഇനി സംസാരത്തിന്റെ ലെവല് മാറിയിട്ട് ഭർത്താവിന്റെ മുന്നിലിട്ട് ഭാര്യയെ തല്ലി എന്ന പേരുദോഷം കൂടി നീ കേൾപ്പിക്കരുത്. തല്ലുമ്പോ നിന്നുകൊള്ളുന്ന
പഴയ മഹാലക്ഷ്മി അല്ലത്. ഇപ്പൊ കാരണമില്ലാതെ തല്ലിയ തിരിച്ച് പ്രതികരിക്കാൻ ഇയാൾക്കറിയാം. അങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി ആയതുകൊണ്ട് തല്ലിയ അയാൾ തിരിച്ചു തല്ലില്ലായിരിക്കാം. പക്ഷെ തല്ലാൻ വരുന്ന കൈ അത് തടുത്തു നിർത്താൻ അയാൾക്ക് പറ്റും. അതോടെ മുത്തശ്ശി ഒന്ന് ഓർത്തു വെച്ചോ. നമുക്ക് പോവാൻ മതി. മോളെ, അതെന്തൊരു പോക്കാ മോനെ. കൊറേ നാള് കൂടി നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നതല്ലേ? എന്നിട്ട് ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിച്ചിട്ട് പോയാ മതി. അയ്യേ, ചായ മാത്രം ആക്കണ്ടടി. ചായക്ക് എന്തെങ്കിലും കഴിക്കാനും കൂടെ കൊടുക്ക്. വല്ല ഉഴുന്ന് വടയോ പരിപ്പ് വടയോ അങ്ങനെ എന്തെങ്കിലും. മോള് വാ. എന്തൊരു ശല്യം ഇത്. സ്വസ്ഥമായിട്ട് സ്വന്തം വീട്ടിലിരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. നീ വിഷമിക്കേണ്ട കാരണേ, ഇനി ഇങ്ങോട്ട് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചോളാം. മുത്തശ്ശി കുറച്ചുകൂടൊക്കെ പറയണായിരുന്നു. മനസ്സിൽ തട്ടുന്ന രീതിയിൽ അച്ഛനെ ജയിലിലാക്കുന്നൊക്കെ പറഞ്ഞപ്പോ മുത്തശ്ശി ഭയന്നതുപോലെ എനിക്ക് തോന്നിയത്. ഏയ്, എനിക്കങ്ങനെ ഭയമൊന്നുമില്ല മോളെ. പിന്നെ അവനൊരു വക്കീല, കൂടാതെ ഇഷ്ടം പോലെ പണവും സ്വാധീനവും ഒക്കെ ഉണ്ട്. ഇനി നമ്മുടെ കാലക്കേടിന് മോഹിനിയെ കൊണ്ട് അവളും അവനും കൂടെ നമുക്കെതിരെ കേസ് കൊടുപ്പിച്ചാലോ? അങ്ങനെ കേസ് കൊടുപ്പിച്ചാല് ഭാര്യയും ഭർത്താവിനെയും കൊന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കാൻ അച്ഛനോട് പറയണം. അല്ലാതെ ഇവന്റെ ഒക്കെ ഭീഷണിക്ക് മുട്ടുമടക്കല്ല വേണ്ടത്. വീൽ ചെയറിലിരിക്കുന്നവന്റെ അച്ഛനെ ലോറി കയറ്റി മോളുടെ അച്ഛനാ കൊന്നതെന്ന് മോൾക്കറിയില്ല. അവനെ വീൽ ചെയറിലാക്കിയതും മോളുടെ അച്ഛനാണെന്ന് മോൾക്കറിയില്ലല്ലോ. അതറിയാവുന്ന എന്റെ മുട്ട് ചെറുതായിട്ടൊന്ന് വിറച്ചേ പറ്റൂ. മോളുടെ ഇപ്പോഴത്തെ അവസ്ഥയില് ഇതുപോലുള്ള സംസാരങ്ങളൊന്നും കേൾക്കാൻ പാടില്ലാത്തതാ. അതൊന്നും എന്നെ സ്പർശിച്ചിട്ടില്ലമ്മേ. കല്യാണത്തിന് മുമ്പ് ഇതൊന്നും കേൾക്കുക മാത്രമായിരുന്നില്ലല്ലോ. ഇഷ്ടം പോലെ കരുണയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും തല്ലും കിട്ടിയിട്ടുണ്ട്. ദേഷ്യം വരുമ്പോഴൊക്കെ കരുണ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. നഖം കൊണ്ട് അവൾ എന്റെ കൈയും മുഖവും ഒക്കെ മാന്തി പൊളിച്ചിട്ടുണ്ട്. അതിലും വലുതൊന്നും അല്ലല്ലോ ഇതൊക്കെ. അന്നത്തെ അപകടത്തെ പറ്റി മോൾ അവിടെ നിന്ന് വിളിച്ചു പറയൂന്ന് ഞാൻ പേടിച്ചുപോയി. കണ്ണനൊന്നും അറിയില്ലല്ലോ മോളെ. അത് ഞാൻ പറയത്തില്ലല്ലോ അമ്മേ. പിന്നത് പറഞ്ഞാലേ മുത്തശ്ശിയും കരുണയുടെ അച്ഛനും ഒക്കെ ഒരു പൊടിക്ക് ഒതുങ്ങിക്കോളും. ആ, കണ്ണന് സംശയം തോന്നിയാലും പ്രശ്നവും മോളെ. മോൾ അങ്ങനെ സംസാരിച്ച സമയത്ത് മോളെന്താ അങ്ങനെ പറഞ്ഞെന്ന് പോലും കണ്ണൻ ചിന്തിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. വീടിനകത്തേക്ക് വരുന്നവരെ ശത്രുക്കളായാൽ പോലും അവരോട് മാന്യമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാ എന്റെ കണ്ണേട്ടൻ. അങ്ങനെയുള്ള കണ്ണേട്ടൻ ഈ വീട്ടിലെ മരുമോനാണ്. എന്നിട്ട് ഇവിടേക്ക് വരുമ്പോ മാന്യമായൊരു സംസാരം പോലും കരുണയുടെ അവളുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അല്ല, അതിൽ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കുഞ്ഞിനെ കളഞ്ഞിട്ട് വന്ന് നിൽക്കുവല്ലേ ബന്ധം പിരിഞ്ഞ പോലെ. അല്ല, ഉണ്ണിയെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നേ. പറഞ്ഞത് കേട്ടില്ലേ, താലി അഴിച്ചു വെക്കുന്നൊക്കെ. അങ്ങനെയുള്ളവൾക്ക് പിന്നെ കണ്ണേട്ടനെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അമ്മേ. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടിയാ അവളുടെ ജീവിതം നശിപ്പിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ വീട്ടിലുള്ളവര് അവരുടെ രക്തം തിളപ്പിച്ച പ്രശ്നം കൂടുതൽ വഷളാവത്തേയുള്ളൂ മോളെ. ലാളിച്ച് ലാളിച്ച് അച്ഛനും മുത്തശ്ശിയും കൂടെ അവളുടെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഈ കാര്യം ഞാൻ എത്ര പ്രാവശ്യം അവരോട് പറഞ്ഞു എന്നറിയോ? എവിടെ കേൾക്കാൻ. ഇതെന്തിനാണ് ഇങ്ങനെ വറുത്ത് തള്ളുന്നത്? കൊറേ ദിവസം കൂടിയാ മോള് കണ്ണനെയും കൂട്ടി വന്നിരിക്കുന്നത്. അപ്പോ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്കൊന്നും ഉണ്ടാക്കി തരാൻ അമ്മയ്ക്ക് തോന്നിയില്ലല്ലോ.
ഞാനുണ്ടാക്കുന്നതൊന്നും നിനക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലല്ലോ. മുത്തശ്ശി ഉണ്ടാക്കുന്നതല്ലേ നിനക്ക് പ്രിയം. ഡേ, നിന്നെയോ ഇവൾക്ക് മനസ്സിൽ പിടിക്കുന്നില്ല. പിന്നെ നീ ഉണ്ടാക്കുന്നത് എങ്ങനെയാടി ഇവക്ക് മനസ്സിൽ പിടിക്കുന്നത്? ആ പിന്നെ ഞാൻ ലക്ഷ്മിക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? എടി മര്യാദക്ക് ഞാൻ പറയാ, അയാളെയും കൊണ്ട് നീ ഇനി ഇങ്ങോട്ട് വരരുത്. ഇത് നിന്റെ അച്ഛന് മാത്രം അവകാശപ്പെട്ട വീടൊന്നും അല്ല, അമ്മയ്ക്കുണ്ട് ഈ വീട്ടിൽ അവകാശം. അതുകൊണ്ട് അമ്മയുള്ള വീട്ടിലേക്ക് ഞാൻ വരും. മോളെ, എന്റെ വീട് അവിടെ ഒഴിഞ്ഞിടക്കല്ലേ. അപ്പൊ ഞാനും മോളും നിന്റെ അച്ഛനും കൂടി അവിടെ പോയി താമസിക്കണം. അപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ മരുമോനെ മോളെയും കൂട്ടി ഇവിടെ അങ്ങ് താമസിക്കാമല്ലോ. അതിനുവേണ്ടി മനഃപൂർവ്വം ഇവള് പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. സത്യം പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല. പിന്നെന്താ വെറുതെ വായിട്ടലച്ചിട്ട് കാര്യം? എടി, നിന്റെ മോൾക്ക് ഈ ജന്മം ഒരമ്മയാകാൻ പറ്റത്തില്ലെന്ന് നിനക്കറിയാം. എന്നാലും നിന്റെ മനസ്സിലുള്ള മോഹങ്ങളെ നീ ഇങ്ങനെ അങ്ങ് തീർത്തുകൊണ്ടിരിക്കുക.